ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ എഡ്വിൻ. അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു ബേഡിങ്ങുമായിട്ട് വന്നേക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബേഡിങ് ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു കണ്ടത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് ഏകദേശം ആ ഒരു ഏരിയയിലായിട്ട് നമുക്ക് 10-18 ബേഡ്സിനെ നമ്മൾ സ്പോട്ട് ചെയ്യാൻ സാധിച്ചതാണ്. പിന്നീട് പോകുന്ന ആ ഡിസ്ക്രിപ്ഷനൊക്കെ നമ്മൾ ആഡ് ചെയ്ത് ചെക്ക് ലിസ്റ്റൊക്കെ നമ്മൾ സബ്മിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു ചലഞ്ച് പോലായിട്ട് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. കണ്ടതിന് ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ചെറിയ ഏരിയ ഉണ്ട്. അവിടെ കുറച്ച് റെഡ് ബേഡ്സിനെയൊക്കെ സ്പോട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ 15-ലധികം ബേഡ്സിനെ ഒന്ന് സ്പോട്ട് ചെയ്യണമെന്നൊരു പ്ലാനുണ്ട്. പിന്നെ ആ ഒരു ഭാഗത്തായിട്ട് മെർലിൻ ആപ്പാണ് 1-2 ബേഡ്സിനെയൊക്കെ പുതുതായിട്ടൊക്കെ സൗണ്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ. പക്ഷേ ആ ബേഡ്സ് അവിടെ നോക്കിയിട്ടൊന്നും കണ്ടില്ല. അപ്പോൾ 3-4 റെയർ ബേഡ്സിനെയൊക്കെ സ്പോട്ട് ചെയ്യാൻ പറ്റുമെന്ന് തന്നെ വിചാരിക്കാം. അതിന് പോയി നോക്കാം. ഞാനും ഫുൾ എക്സൈറ്റഡ് ആണ്. പിന്നെ നമ്മൾ ഈ ഏരിയയിൽ വന്നപ്പോൾ തന്നെ ഇവിടെയായിട്ട് കുറച്ച് ബേഡ്സിനെയൊക്കെ ഇവിടെ സൗണ്ടൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. മെർലിൻ ആപ്പൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തായിരുന്നു. പിന്നെ മുമ്പ് ഞാൻ വന്നപ്പോൾ ആ ഒരു മരത്തിൻ്റെ ഇടയ്ക്കൂടായിട്ട് നമ്മുടെ ഈ മറ്റൊരു ബേഡുണ്ട്, അതായത് മഞ്ഞക്കറുപ്പൻ. അതിനൊരു പേര് അതിൽ പറന്നു പോകുന്ന കണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ആനറാഞ്ചി പക്ഷി, പിന്നെ പർപ്പിൾ റൺബേർഡ്, സൺബേണിൻ്റെ ഒക്കെ സൗണ്ടൊക്കെ മരങ്ങളുടെ സൈഡിലായിട്ടൊക്കെ നമ്മളിത് കേട്ടായിരുന്നു. എന്തായാലും നമുക്ക് ആ ഒരു ഏരിയയിൽ നമുക്ക് ആ ഒരു കണ്ടത്തിൻ്റെ സൈഡിൽ പോയി നമുക്ക് ചെക്ക് ലിസ്റ്റ് അവിടുന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഫുൾ എക്സൈറ്റഡ്. അപ്പോൾ വീട്ടിലേക്ക് കിടക്കുമ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ വീഡിയോക്ക് താഴെ കാണാൻ ചുമ്മാ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൊക്കെ എന്നെ വിളിച്ച് അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ബേഡിങ് വീഡിയോസ് നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക. ബേഡ്സിൻ്റെ സൗണ്ടൊക്കെ നമ്മൾ കുറച്ചൊന്ന് ഹൈ ക്വാളിറ്റി സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ സൗണ്ട് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ വീഡിയോ അവസാനം സൗണ്ട് ക്ലിയർ ആയിട്ടുള്ള ബേഡ്സിൻ്റെ സൗണ്ടും അതിൻ്റെ നെയിമൊക്കെ നമ്മൾ എന്തായാലും ഡീറ്റെയിലിംഗ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഒട്ടും സമയം കളയാതെ നമുക്ക് ആ ഒരു കണ്ടത്തിൻ്റെ അവസ്ഥ പർട്ടിക്കുലർ ഏരിയയിലേക്ക് നമുക്ക് പോകാം. പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തായിട്ടും ആ ഒരു മരത്തിൻ്റെ ആ സൈഡായിട്ട് കുട്ടുർമാൻ്റെ ഒരു കോളിംഗ് ബേർഡ് സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമ്മൾ ആ ഒരു ബേഡിങ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ലൊക്കേഷനിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ അവിടെ വരെ പോയി നമ്മൾ കുറച്ച് ബേഡ്സിനെയൊക്കെ നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു. ഇവിടെ വരുന്ന വഴിയിലൊക്കെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ബേഡ്സിനെയൊക്കെ നമ്മൾ കണ്ടായിരുന്നു. മറ്റേ ആനറാഞ്ചി, നാട്ടുമരം കൊത്തി, കോമൺ മൈന, റെഡ് ബിസ്കേർഡ്, ബുൾബുള്, കുട്ടുർമാൻ്റെ ഒക്കെ ശബ്ദം പല സൈഡുകളായിട്ട് നമുക്ക് കേൾക്കാമായിരുന്നു. ഒന്നും കാണാമെന്ന് നടത്തിയത് നമുക്ക് ആ ഒരു മരത്തിൻ്റെ ആ ഒരു മുകളിലായിട്ട് നമുക്ക് മൈനയുടെ ഒരു കൂട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് പെയറായിട്ട് ഇവിടെ നമുക്ക് ഇരിക്കുന്നതായിട്ട് കാണാം. ഇപ്പോഴത്തെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമോ എന്നറിയത്തില്ല. വന്ന സമയത്താണ് നമ്മൾ ഈ വെള്ളത്തിൻ്റെ ഈ തോടിൻ്റെ ഈ ഒരു സൈഡിൽ നമ്മുടെ കുളക്കോഴിയില്ല, അത് പറന്നു പോകുന്നതായിട്ട് നമ്മളത് സ്പോട്ട് ചെയ്തത്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ റെഡ് വെൻറ്റേഡ് ബുൾബുളിനെ നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു. എനിക്ക് തോന്നുന്നു അവിടെ മൈനയുടെ നെസ്റ്റിംഗ് ആണെന്ന് തോന്നുന്നത്. അതായത് നമ്മൾ അങ്ങോട്ട് പോയി കൂടി ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. നമുക്ക് സൈഡിലൂടെ നമുക്ക് ആ സൈക്കിൾ വെച്ച് നമുക്ക് ആ ഒരു ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോയി നമുക്ക് ബേഡ്സിനെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാം. ഇതൊക്കെ ചെക്ക് ലിസ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം ആപ്പിൽ. സൈഡിലൂടെ നമുക്ക് തുറക്കാം. എനിക്ക് ഈ സൈഡിലോട്ട് അങ്ങ് വെക്കാം. ഇവിടോട്ട് അങ്ങ് വെക്കാം. നമ്മൾ സൈക്കിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമുക്ക് ചെക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് റെക്കോർഡ് ട്രാക്ക് കൂടെ നമുക്ക് കൊടുക്കുക. അതാകുമ്പോൾ അവസാനം നമുക്ക് ആ ലൊക്കേഷൻ നമുക്ക് ആ ട്രാക്ക് ഹിസ്റ്ററി നമുക്ക് കാണാവുന്നതാണ്. ചെക്ക് ലിസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇൻ്റർനെറ്റിൻ്റെ സ്പീഡും കുറവാണ്. എന്തായാലും നോക്കാം. ട്രാക്ക് ഹിസ്റ്ററി എത്രയും ആക്യുറേറ്റ് കിട്ടുമോ എന്ന് അറിയത്തില്ല. എന്തായാലും നോക്കാം. ആദ്യം നമുക്ക് ആ ഒരു കുളക്കോഴിയുടെ സൈറ്റിങ്സ് നമുക്ക് അടിച്ച് വൈറ്റ് വാട്ടർ ഹെഡ് നമ്മൾ രണ്ടാണ് നമ്മൾ കണ്ടത്. നമുക്ക് ആ ഒരു സൈഡ് സൗണ്ടൊക്കെ നമുക്ക് കേൾക്കുന്നുണ്ട്. അത് നമുക്ക് ഫസ്റ്റ് ചെക്ക് ലിസ്റ്റ് നമ്മളത് ആഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സൈറ്റിങ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സൈഡിലോട്ട് അതിലേക്കൂടെ ആ ഒരു ഏരിയയിൽ കൂടെ പോയി നമുക്ക് ബേഡ്സിനെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാം. മുകളിലായിട്ട് നമുക്ക് ആ ഒരു ആ ഒരു റബ്ബർ മരത്തിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് സൺബേഡിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. ഇത് നമുക്ക് ആ ഒരു സൺബേഡും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. സൺബേഡ് എനിക്കൊന്ന് പർപ്പിൾ ട്രംപഡ് സൺബേഡാണ്. നമ്മൾ ആ സൗണ്ട് വെച്ച് എനിക്ക് ഒന്ന് പർപ്പിൾ ട്രംപഡ് സൺബേഡാണ്.
സംശയമുള്ള നമുക്ക് അൺകൺഫേംഡ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് സൈഡിൽ കൂടെ നമുക്ക് പോകാം. ഇപ്പോൾ സൗണ്ട് കേൾക്കാമെന്ന് അറിയത്തില്ല. ഇപ്പോൾ നമുക്ക് ആ ഒരു സൺബേർഡ് നമുക്ക് സൗണ്ട് കേൾക്കാം, ആ ഒരു ഭാഗത്തായിട്ട് പറന്നു പോകുന്നത്. ഓക്കെ, കഴിഞ്ഞ ദിവസം വന്നപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് സൈഡായിട്ടായിരുന്നു റെഡ് വെൻറ്റേഡ് ബുൾബുളിനെ നമ്മൾ സ്പോട്ട് ചെയ്ത്. ഇപ്പം തന്നെ ചെറിയ ചെറിയ ബേഡ്സിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ആപ്ലിക്കേഷനും ഫോണിലാണെങ്കിൽ ചാർജും കുറവാണ്. നമുക്ക് ചെറുകെ സംസാരിച്ചങ്ങ് നടക്കാം. ബേഡ്സിൻ്റെയൊക്കെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. നാട്ടുവേലത്തെയാണെന്ന് തോന്നുന്നു ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് നാട്ടുവേലത്തെയാണെന്നാണ് എനിക്ക് തോന്നുന്നു. അത് ആഡ് ചെയ്യാം. ഏഷ്യൻ ഗ്രീൻ ബീ ഈറ്റർ എന്നാണ് ഇതും. ഏഷ്യൻ ഗ്രീൻ ബീ ഈറ്റർ. ആ ഒരു തോണ്ട ആ ഒരു സൈഡിലായിട്ട് കുളക്കോഴി ഉണ്ടെന്ന് തോന്നുന്നു. കുളക്കോഴിയാണെന്നു. ഈ ബേഡ്സിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞ ദിവസം ഈ ഒരു സൈഡിലായിട്ടായിരുന്നു നമ്മൾ ആ ഒരു ഷിക്ര എന്ന് പറയുന്ന ബേഡിൻ്റെ മെർലിൻ ആപ്പിൽ ഐഡൻറ്റിഫൈ ചെയ്ത്. നമ്മളത് നോക്കിയിട്ട് കണ്ടില്ല. ഏഷ്യൻ ഗ്രീൻ ബീ ഈറ്ററൊക്കെ പറന്നു പോകുന്ന നമുക്ക് ആ ഒരു ഭാഗത്തായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അവിടെ ആയിട്ട് നമുക്കൊരു ബേഡ്സിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. നാട്ടുവേലത്തയുടെ സൗണ്ട് പോലാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ ഒന്നുകൂടെ കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു മെർലിൻ ആപ്പിലൂടെ നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ നേരത്തെ വന്നപ്പോഴായിരുന്നു ആ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ചുട്ടിപ്പരുന്ത് അവിടുന്ന് ആ ഒരു തെങ്ങിൻ്റെ ആ ഓരോലേന്ന് പറന്നു പോകുന്നത് നമ്മൾ കണ്ടായിരുന്നു. നോർമലി ഒരു ടൈം നമ്മുടെ കൃഷ്ണപ്പരുന്തൊക്കെ പറന്നു പോകുന്നത് സ്പോട്ട് ആവുന്നതാണ്. നമുക്ക് നോക്കിയിട്ട് കാണുന്നില്ല. എന്തായാലും നമുക്ക് ഈ സൈഡിലൂടെ ഒക്കെ പോയി നോക്കാം. ഈ പരുത്തിനെയൊക്കെ കാണുന്ന ആ ഒരു അവിടെ തന്നെ നമുക്ക് ആ ഒരു അവിടെ നമുക്ക് ആ ഒരു തത്ത വന്നിട്ടുണ്ട്. ഗൈസ് കണ്ടോ, കറക്റ്റ് നമുക്ക് ആ ഒരു ഷോട്ട് വീഡിയോയിൽ കിട്ടി. ലക്കിലി നമുക്ക് കിട്ടി ഗൈസ്. പിന്നെ ഇപ്പോൾ ആ മരത്തേന്ന് പറന്നു പോയത് മോതിരത്തത്തെയായിരുന്നു, മറ്റേ റിംഗ് നെക്കഡ് പാരറ്റ്. 5 ബേഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത്ര കൗണ്ട് ചെയ്തായിരുന്നു. അപ്പോൾ ആ സൈറ്റിങ്സ് നമുക്ക് ആ ആപ്പിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ 5 കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ സൺബേഡിൻ്റെ സൗണ്ടൊക്കെ നമുക്ക് ആ ഒരു സൈഡിലായിട്ട് കേൾക്കുന്നുണ്ട്. അത് നമുക്ക് സൈറ്റിങ്സ് ആഡ് ചെയ്യാം. പിന്നെ മുമ്പ് നമ്മൾ ആ ഒരു പാം ഷിഫ്റ്റ് ആ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ബേഡ് നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു. കറക്റ്റ് എനിക്ക് കൺഫേം ആയിട്ടില്ല. നമുക്കതും അൺകൺഫേം ആയിട്ട് നമുക്ക് ആപ്പിലേക്ക് ആഡ് ചെയ്യാം. നമുക്ക് ഇപ്പം നമുക്ക് ആ ഒരു മരത്തെ നിന്ന് നമുക്ക് ആ കുട്ടുറുമാൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. നമുക്കത് ആഡ് ചെയ്യാം. ഇതുവരെ നമ്മൾ ആഡ് ചെയ്തില്ലായിരുന്നു. ഇപ്പം നമുക്ക് എത്ര ബേഡ്സ് സ്പോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. ഇപ്പം നമുക്ക് ഏകദേശം 5 ബേഡ്സ് നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കുറച്ച് ബേഡ്സ് സൗണ്ട് കേൾക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ടൈലർ ബേഡിൻ്റെ സൗണ്ട് നമുക്ക് ആ ഒരു സൈഡിലായിട്ട് കേൾക്കുന്നുണ്ട്. അന്ന് കൺഫേം ആ ടൈലർ ബേഡാണ്. നമുക്ക് ആ മുമ്പ് നമ്മൾ ഇപ്പം ഇത് ടൈലർ ബേഡാണ്. അന്ന് ടൈലർ അവിടെ ആയിട്ടൊരു സൺബേഡ് സ്പോട്ടായിട്ടുണ്ട്. നമുക്ക് ആ ഒരു സൺബേഡ് നമുക്ക് ആഡ് ചെയ്യാം. സൺബേഡ് ഈ മുമ്പ് ആ ഒരു ഭാഗത്ത് സൗണ്ട് കേട്ടായിരുന്നു. അവിടെ നമ്മൾ ആ ഒരു സൗണ്ട് കേട്ടായിരുന്നു. നമുക്കത് ആഡ് ചെയ്യാം. ഏഷ്യൻ ഗ്രീൻ ബീറ്ററൊക്കെ നമ്മൾ അവിടെ നിന്ന് 2-3 ബേഡ്സിനൊക്കെ സ്പോട്ട് ചെയ്തായിരുന്നു. നമ്മുടെ കൗണ്ട് നമുക്കൊന്ന് കൂട്ടാം. അവിടെ ഒരു ബേഡ് വന്നിട്ടുണ്ട് ഈ ഒരു ആഞ്ഞിലി മരത്തല്ല. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. അവിടെ എല്ലാം അനങ്ങിയായിരുന്നു. പെട്ടെന്നൊരു സൗണ്ട് പോലെ കേട്ടായിരുന്നു. ചിലപ്പം കുളക്കോഴിയാവാൻ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് പോയി നോക്കാം. ഏഷ്യൻ ഗ്രീൻ ബീറ്ററിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ സൈറ്റിങ്സ് നമുക്ക് ആഡ് കൂട്ടാം. നമ്മളത് ആപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഗൈസ്, നമ്മുടെ മെർലിൻ ആപ്പ് ചെറിയൊരു പണി വന്നേക്കുവാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ആവുന്നില്ല. സൗണ്ട് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയായിരുന്നു. അത് എന്തോ ലോഗൗട്ടായി പോയി. ഇനിയില്ല, സെറ്റ് ചെയ്തെടുക്കണം. മറ്റേത് പോയാൽ നോക്കട്ടെ. ഈ ബേഡ് രണ്ട് ആപ്പ് ആയതുകൊണ്ട് രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ആ ചെക്ക് ലിസ്റ്റ് കൂടെ പോയി. ഇനീഷ്യലൈസിങ് ആവുന്നു. ഭാഗ്യം പോയില്ല. ആ ട്രാക്ക് നോക്കട്ടെ. അത് ട്രാക്ക് ഹിസ്റ്ററി പോയി കഴിഞ്ഞാൽ അത് ഇച്ചിരി പണിയാകും. കറക്റ്റ് നമുക്ക് നോക്കട്ടെ, നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ആ ഒരു ട്രാക്ക് നമുക്ക് ലോഡായിട്ടുണ്ട്. അത് പോയിട്ടില്ല. നമുക്ക് ആ ഹോട്ട്സ്പോട്ടിലേക്ക് അങ്ങ് ആഡ് ചെയ്തേക്കാം. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കൂട്ടമായിട്ട് നമുക്ക് ആ ഒരു നാട്ടുമരം കൊത്തി ഏഷ്യൻ ഗ്രീൻ ബീറ്ററുടെ ഒക്കെ കൂട്ടമായിട്ട് നമുക്ക് പറന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. നല്ലൊരു കൂട്ടം നമുക്ക് സൗണ്ടൊക്കെ നമുക്ക് സൗണ്ട് കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കാം. ഏതെങ്കിലും പുതിയ ബേഡ്സിനൊന്നും നമുക്കങ്ങനെ സ്പോട്ട് ചെയ്യാൻ സാധിച്ചില്ല. നോർമലി നമുക്ക് ഈ ടൈമിൽ നമുക്ക് ആ പരുന്തിനെയൊക്കെ കാണാം. നമ്മൾ ആ ഒരു ബേഡിനെ നമ്മളങ്ങനെ സ്പോട്ടിങ് ആയില്ല.
നമ്മുടെ ആപ്ലിക്കേഷനിൽ നമ്മൾ നോക്കുന്നുണ്ട്, സൗണ്ട് വെച്ചൊക്കെ നമ്മൾ ബേർഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കുന്നുണ്ട്. അത് നമുക്ക് അവിടെ ആയിട്ട് നമുക്ക് ആ ഒരു നാട്ടുപരകൊത്തി അതുകൂടെ നമുക്ക് ആപ്പിലേക്ക് ആഡ് ചെയ്യാം. ഇവിടെ വന്നപ്പോൾ ഞാൻ ഈ തെങ്ങിലൊക്കെ നോക്കിയായിരുന്നു, ഇവിടെ ഒരു തുക്കണാങ്കുരുവില്ല, തുക്കണാങ്കുരുവിയുടെ കൂടൊക്കെ ഉണ്ടോ എന്ന് നോക്കിയായിരുന്നു. ഞാൻ താഴെയൊക്കെ നോക്കിയായിരുന്നു ഒരു കൂട് വല്ലതും ഉണ്ടോയെന്ന്. പക്ഷേ ഇവിടെ അതിൻ്റെ അങ്ങ് ഇവിടെ സൈറ്റിങ്സ് അങ്ങനെ നമ്മളങ്ങനെ സ്പോട്ടായില്ല. നമ്മൾ ആ ഒരു നേരത്തെ പോയ ആ ഒരു സൈഡിലാണ് നമുക്ക് ആ ഒരു തുക്കണാങ്കുരുവിയുടെ 1-2 കൂടുകളൊക്കെ ആ ഒരു തെങ്ങ് ഓലകളിൽ നമ്മൾ കണ്ടായിരുന്നു. ഒരു കൂട് കെട്ടുന്ന കാണാൻ തന്നെ ഒരു പ്രത്യേക നല്ല ഇതാണ്. തുക്കണാങ്കുരി കൂടുമൊക്കെ ഇതുപോലത്തെ ചെറിയ ചെറിയ നാരുകൾ വെച്ചാൽ, ഇതുപോലത്തെ നാരുകളൊക്കെ ഉണങ്ങി ഇതൊക്കെ ആണ് കൂട് കിട്ടുക. കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്, വലിയ കൂട്ടമായിട്ടുള്ളത്. പിന്നെ നീർക്കാക്കയൊക്കെ നമ്മൾ വിചാരിച്ചായിരുന്നു സ്പോട്ടിങ് ആവുമെന്ന്, പക്ഷെ അങ്ങനെ നമ്മൾ സ്പോട്ടിങ് ആയില്ല. ഇപ്പം നമ്മൾ ആ ഒരു സൈഡിലായിട്ട് നമ്മൾ അരിപ്രാവ്, നമ്മൾ സ്പോട്ടഡോ ബേർഡ് നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു. നമ്മൾ ആ സൗണ്ട് കറക്റ്റ് നമ്മളത് ഐഡൻറ്റിഫൈ ആയിരുന്നു. നമുക്ക് ആഡ് ചെയ്യാം ആപ്പിലേക്ക്. നമ്മുടെ ചെക്ക് ലിസ്റ്റ് സ്പോട്ടഡോ നമുക്ക് ആഡ് ചെയ്യാം. ഞാൻ വിചാരിച്ചത് മറ്റേ ഇതാണെന്നാ വിചാരിച്ചത്, പരുന്താണെന്നാണ് വിചാരിച്ചത്, മറ്റേ ചുട്ടിപ്പരുന്ത്. പക്ഷെ അത് മറ്റേ വവ്വാലായിരുന്നു. ഞാൻ പെട്ടെന്ന്. ഇപ്പോൾ നമ്മൾ ഏകദേശം കറക്റ്റ് ടൈം നോക്കുകയാണെങ്കിൽ 37 മിനിറ്റ് നമ്മൾ അവരിപ്പോൾ ബേർഡ് വാച്ചിങ് നമ്മൾ ആയിട്ടുണ്ട്. 37 മിനിറ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും നമുക്കിവിടെ കുറച്ച് അവിടെ നിന്ന് അങ്ങോട്ട് പോയി നോക്കാം ബേർഡ്സിനെല്ലാം സ്പോട്ടിങ് ആകുമോ എന്ന്. ആ ഒരു ഭാഗത്താണ് നമുക്ക് ആ ഏഷ്യൻ ബീറ്ററുടെ ഒക്കെ നമ്മൾ കൂട്ടാണ്, അത് നമുക്ക് ആഡ് ചെയ്യാം. നമ്മൾ ചെക്ക് ലിസ്റ്റ് നൈസായിട്ട് ഒന്ന് സ്റ്റോപ്പായി പോയി. അതെന്ത് പറ്റി നിർത്തില്ല. ഞാൻ മെർലിൻ ആപ്പ് ഒന്ന് ഇടയ്ക്കൊന്ന് ഓപ്പൺ ചെയ്തായിരുന്നു, അപ്പോൾ എന്തോ അത് സ്റ്റോപ്പായി പോയി. ട്രാക്ക് എന്തായാലും അത്ര ഇവിടം വരെയുള്ള ട്രാക്ക് അത് ഹിസ്റ്ററി സേവ് ആയിട്ടുണ്ട്. നമുക്കത് ബേഡ്സിൽ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഏഷ്യൻ ഗിൻ ബീറ്റർ നമുക്ക് ഏകദേശം ടോട്ടലി ഏകദേശം ഒരു 10-11 ബേഡ്സ് നമ്മൾ മൊത്തത്തിൽ നമ്മളത് ആഡ് ചെയ്തായിരുന്നു. ഇത്രയും ബേഡ്സൊക്കെ നമ്മൾ സൈറ്റ് ചെയ്തായിരുന്നു, അപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ടാർഗറ്റ് നമ്മളത് കംപ്ലീറ്റ് ആയില്ല. പക്ഷേ 15 ബേഡ്സൊക്കെ സ്പോട്ടിങ് ആയിരുന്നു വിചാരിച്ച് 2-3 റെയർ ബേഡ്സിനൊക്കെ സ്പോട്ട് ചെയ്യാമെന്നൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തായിരുന്നു. ഇപ്പോൾ നമ്മൾ ആ ഒരു ബ്ലാക്ക് ഡ്രോങ്കോ ഇപ്പോൾ കണ്ടായിരുന്നു, അത് ആഡ് ചെയ്യാം. നമ്മൾ മുമ്പേ കണ്ട ബ്ലാക്ക് ഡ്രോങ്കോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. മുമ്പ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് കണ്ടായിരുന്നു, അപ്പോൾ അത് ഒന്നുകൂടി നമ്മൾ റിപ്പീറ്റ് ആയിട്ട് എന്തായാലും ആഡ് ചെയ്യുന്നില്ല. ഇപ്പോൾ നമ്മൾ ആ ഒരു അവിടെ ആയിട്ട് ഒരു കുളക്കോഴി ഇപ്പം പറന്നു പോകുന്നു നമ്മൾ കണ്ടു. എനിക്ക് കറക്റ്റ് അത് കുളക്കോഴി തന്നെ, നമുക്ക് അതും ആഡ് ചെയ്യാം. നമ്മളത് ഏകദേശം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും കോമൺ ആയിട്ട് ബേഡ്സ് നമ്മൾ ആപ്പിലേക്ക് നമ്മൾ അങ്ങനെ ആഡ് ചെയ്തിട്ടില്ല. ആഡ് ചെയ്യാൻ നമുക്ക് ഏകദേശം ടാർഗറ്റ് കംപ്ലീറ്റ് ചെയ്യാം. പക്ഷേ നമ്മൾ ടാർഗറ്റഡ് ബേഡ്സാണ് നമ്മൾ സ്പോട്ടിങ് നമ്മൾ നോക്കുന്നത്. അവിടെ ആയിട്ട് നമ്മുടെ കോമൺ മൈനാണ് നമ്മളിപ്പോൾ ആ ഒരു സൗണ്ട് നമ്മൾ കറക്റ്റ് കോമൺ മൈൻ നമുക്ക് ആപ്പിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ ബേഡ്സിൻ്റെ കുറച്ച് ഹൈ ക്വാളിറ്റി സൗണ്ടൊക്കെ റെക്കോർഡ് ചെയ്യാമെന്നൊക്കെ പ്ലാൻ ചെയ്തായിരുന്നു. പക്ഷേ നമ്മൾ അതിനുള്ള കറക്റ്റ് ഒരു സൗണ്ട് നമുക്ക് കിട്ടിയില്ല. 1-2 റെക്കോർഡിങ് ചെയ്ത് നോക്കി, പക്ഷേ ആ ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയില്ല. എന്തായാലും കുറച്ച് നമ്മളെന്താ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അന്നത്തെ ഈ ബേർഡ് വാച്ചിങ്. നിങ്ങൾക്ക് ഇതുപോലത്തെ ബേർഡ് വാച്ചിങ് വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാം. നമ്മളെന്തായാലും കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ ബേർഡ് വാച്ചിങ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഇപ്പം പറന്നു പോയത് സ്പോട്ടഡോ എന്ന് പറഞ്ഞ ബേർഡാണ്. മുമ്പ് ഇവിടെ നിന്ന് അങ്ങോട്ട് പറന്നു പോയതാണ്. എന്തായാലും റിപ്പീറ്റ് ആയിട്ട് എന്തായാലും ആപ്ലിക്കേഷനിൽ ആഡ് ചെയ്യുന്നില്ല. ഇത് ഗ്രേറ്റ് കൗവല് ഇപ്പോൾ നമ്മൾ സ്പോട്ട് ചെയ്തതാണ്, ലക്കിലി സ്പോട്ട് ചെയ്ത്. ഗ്രേറ്റ് കൗവല് നമ്മൾ സ്പോട്ട് ചെയ്തുകൊണ്ട് അവിടെ നിന്നാണ് ഇപ്പോൾ മറ്റേ ഒരു ബേർഡില്ല, ഈ പോണ്ട് ഹെറാണ് നമ്മൾ ആ സ്പോട്ട് ആ ഒരു ബാക്കിൽ നമുക്ക് ആ ഒരു ഫെദർ വെച്ച് നമുക്ക് ഐഡൻറ്റിഫൈ ആയി. നമ്മൾ അതും ആഡ് ചെയ്യാം. നമ്മൾ ഗ്രേറ്റ് കൗവൽ നമ്മൾ ആഡ് ചെയ്തു. പിന്നെ അടുത്ത് നമ്മുടെ ഇന്ത്യൻ പോണ്ട് ഹെറോൺ നമ്മൾ ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇന്ത്യൻ പോണ്ട് ഹെറോൺ നമ്മൾ ആപ്പിലേക്ക് ആഡ് ചെയ്ത് നടുക്കായിട്ട് കാണാൻ ചെറിയതാണ് മറ്റേ ഗ്രേറ്റ് വൈറ്റ് ഇഗ്രറ്റാണ്. ഇവിടെ ആയിട്ട് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നോക്കുവാണെങ്കിൽ ബേഡ്സ് കൗണ്ട് ഏകദേശം 15 ബേഡ്സ്. നമ്മൾ ടാർഗറ്റ് എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. 15 ബേഡ്സ് നമ്മൾ സ്പോട്ട് ചെയ്തു. ആ ഗ്രേറ്റ് കൗവലിനെ നമ്മൾ ലക്കിലി സ്പോട്ട് ചെയ്തതാണ്. കൗവലൊക്കെ ഒരു കോമൺ ബേർഡ് തന്നെയാണ്, പക്ഷേ എപ്പോഴും നമ്മളത് നോക്കുമ്പോൾ കാണത്തില്ല, റെയർ ബേർഡ് തന്നെ. എന്തായാലും നമ്മൾ ടാർഗറ്റ് നമ്മൾ ആ ഒരു 15 ബേഡ്സിലേക്ക് കൊണ്ട് എത്തിച്ചിട്ടുണ്ട്. നമുക്ക് എത്രയൊക്കെ ബേഡ്സ് നമുക്ക് നോക്കാം. നമ്മൾ സ്പോട്ടഡ് ഡോവ് നമ്മൾ ഏകദേശം മുമ്പ് ആഡ് ചെയ്തത് മിസ്സായതാണ്. നമുക്ക് ആ സ്പോട്ടഡ് ഡോവ് നമ്മൾ 4-5 ബേർഡ് നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു. നമുക്ക് ഏകദേശം നോക്കുവാണെങ്കിൽ 5-6 ബേർഡ് കാണും. നമുക്കൊരു 5 വെച്ച് നമുക്കത് ആഡ് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ സ്പോട്ടഡ് ഡോവ് നമ്മൾ ആഡ് ചെയ്തു. നമുക്ക് അതിൽ മിസ്സായിട്ടുണ്ടോ നമുക്ക് നോക്കാം. ഗ്രേറ്റ് വൈബ്, കുളക്കോഴി, പോണ്ട് ഹെറോണ, ഗ്രേറ്റ് വൈറ്റ്, നമുക്ക് വൈറ്റ് ത്രോട്ട് കിങ്ഫിഷർ നമ്മൾ ആ 2-3 ബേർഡല്ല, നമ്മൾ അതിൽ കൂടുതൽ നമ്മൾ ബേർഡ്സ് സൗണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. പല സൈഡുകളിലായിട്ട് നമ്മളത് കേട്ടായിരുന്നു. നമുക്കത് ഒന്നുകൂടെ ആഡ് ചെയ്യാം. സൗണ്ട് നമ്മൾ ഐഡൻറ്റിഫൈ കേട്ടായിരുന്നു. അൺറിപ്പോർട്ടഡ് നോൺ സ്പീഷ്യസിൽ നമ്മൾ 2 ബേർഡ്സ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഇപ്പോഴും ബേർഡിൻ്റെ സൗണ്ട് കേൾക്കുന്നില്ലേ, അത് മറ്റേ കുളക്കോഴി ബേർഡിൻ്റെ സൗണ്ടാണ്. ആ ഒരു ഭാഗത്തായിട്ടുണ്ട്. നമുക്ക് ആ സൈറ്റിങ്സ് നമുക്ക് ആഡ് ചെയ്തത് കുളക്കോഴിയാണ്. ഇപ്പോഴാണ് നമ്മൾ ആ ഒരു സൈഡിലൂടെ നടന്നു വന്നപ്പം ഈ ഒരു ആഞ്ഞിലി മരത്തേന്ന്
ഒരു പരുന്താന്ന് തോന്നുന്നു. ഒരു ചായ അങ്ങോട്ട് പറന്നു വിട്ടു. എനിക്ക് തോന്നുന്നു വൈറ്റ് ക്രസ്റ്റഡ് സർപ്പൻറ്റീകളും ചുട്ടിപ്പരുന്താണെന്ന് തോന്നുന്നു. എനിക്ക് സംശയമുണ്ട് അത് മറ്റേ ഒരു കൊക്കുണ്ടല്ലോ, മറ്റേ പാതിരാക്കൊക്ക്. അതെനിക്ക് കറക്റ്റ് സമയം അതിൻ്റെ പോണ്ട് കയറി. പക്ഷേ പാതിരാക്കൊക്കാണെന്നൊരു ഡൗട്ടുണ്ട്. പാതിരാക്കൊക്കെ അല്ലെങ്കിൽ അത് മറ്റേ ആ ഒരു ചുട്ടിപ്പരുന്ത്, രണ്ട് പരുന്ത് ഏതൊരു വേർഡാണ്. എന്തായാലും നമുക്ക് നോക്കാം. അതിൽ ആ ഒരു സൈഡിലൂടെ അങ്ങോട്ട് പറന്നു പോയിട്ട് നമുക്ക് ഈ സൈഡിലൂടെ പോയി ഒന്ന് നോക്കാം, ഒന്ന് കൺഫേം ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു സൺബേർഡ് സൗണ്ടൊക്കെ നമുക്ക് ആ സൈഡിൽ കേൾക്കുന്നുണ്ട്. കറക്റ്റ് ഇവിടുന്ന് കാണാൻ സാധിക്കുന്നില്ല. അപ്പുറത്തെ സൈഡിൽ പോയി കാണുമായിരിക്കും. എന്തായാലും നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് പോയി നോക്കാം. ഇവിടെ ഈ സൈഡിലോട്ട് പറന്ന് വരുന്നതായിട്ടാണ് കണ്ടത്. ഇവിടെ വന്നപ്പോൾ നോക്കിയിട്ട് കാണുന്നില്ല. അത് എനിക്ക് തോന്നുന്നു പോയി കാണും. മിസ്സായി പോയി. എന്നിട്ട് നമുക്ക് ഒരു ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ആഡ് ചെയ്യാം. നമ്മളത് ഹെറോൺ നമ്മൾ ആ ഒരു ഹെറോണിൻ്റെ ആ ഒരു സബ്സ്പീഷ്യസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യാം. അൺകൺഫേംഡ് ആണ്. അടുത്ത ദിവസം വരുമ്പോൾ നമുക്ക് നോക്കാം അത് കാണാൻ പറ്റുമോ. ടോട്ടലി ടൈം ഇപ്പം നോക്കുകയാണെങ്കിൽ ഏകദേശം നമ്മൾ 1 മണിക്കൂറാണെന്ന് തോന്നുന്നു. ഏകദേശം 58 മിനിറ്റ് നമ്മൾ ബേർഡ് വാച്ചിങ് നമ്മൾ ചെയ്തായിരുന്നു. നമ്മൾ കൂട്ടമായിട്ട് നമുക്ക് ഏഷ്യൻ ഗ്രീൻ ബീറ്റർ, നമുക്ക് നാട്ടുവെൽത്തത്തെയൊക്കെ നമുക്ക് അവൻ പറന്നു പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ആ ഒരു ആപ്ലിക്കേഷൻ, നമുക്ക് ആ ഒരു ട്രാക്ക് ഹിസ്റ്ററി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. യെസ്, നമ്മൾ ആ ഒരു ബേർഡ് നമ്മൾ ഏകദേശം ഇവിടെ നമ്മൾ കുളക്കോഴിയാണ് നമുക്കത്. പിന്നെ നമ്മൾ വീണ്ടും നമ്മൾ കുളക്കോഴി സ്പോട്ടായിട്ടുണ്ട്. ആപ്പിലേക്ക് നമ്മൾ ആഡ് ചെയ്യാം. മറ്റേ മോതിരത്തത്ത പറഞ്ഞു പോകും. നമ്മൾ അത് നമുക്ക് ആഡ് ചെയ്യാം. റിംഗ് നെക്കഡ് പാരറ്റ്, ലെസ്റ്റർ വിസിലിംഗ് ഡക്ക്, ചൂള ഞരണ്ട നമ്മൾ സ്പോട്ട് ചെയ്ത്. ഞാൻ മുമ്പ് വിചാരിച്ചതേ ഉള്ളു, കണ്ടില്ലല്ലോ അല്ലേ. സാധാരണ നോർമലി ഒരു ടൈമിൽ നമ്മൾ ലെസ്റ്റർ വിസിലിലൊക്കെ കൂട്ടായിട്ടൊക്കെ പറന്നു പോകുന്നത് നമ്മൾ സ്പോട്ട് ആവുന്ന, പക്ഷെ നമ്മൾ കണ്ടില്ല. നമ്മളത് ആഡ് ചെയ്യാം. ഓക്കെ, ലെസ്സർ വിസിലിംഗ് ഡക്ക് നമ്മൾ മുമ്പേ സ്പോട്ട് ചെയ്ത ആ ഒരു ഭാഗത്ത് ഇത്രയും ബേഡ്സിനാണ് നമ്മൾ സ്പോട്ട് ചെയ്തത്. ഇതിലേക്ക് കുറച്ച് അവിടെ ഒന്ന് പോയി നോക്കാം. നമുക്ക് കണ്ടാൽ നമുക്ക് കുറച്ച് ബേഡ്സിനെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എനിക്ക് ആ ഒരു സൈഡിലായിട്ട് നമ്മൾ കുറച്ച് കൊക്കുകളെയൊക്കെ സ്പോട്ട് ആവുന്നുണ്ട്. പക്ഷേ അവിടെ ഇന്ത്യൻ പോണ്ട് ഹെറോണ, ഗ്രേറ്റ് വൈറ്റ് ഗേട്ട, വെള്ള അരിവാൾക്കൊക്കെ, ചെറുമുണ്ട്, കാലിമുണ്ട്, കുറച്ച് ബേഡ്സിലൊക്കെ വാട്ടർ ബേഡ്സിനൊക്കെ സ്പോട്ട് ആവുന്നുണ്ട്. എന്തായാലും ഈ ബേഡ്സ് സൈറ്റിങ്സ് എന്തായാലും നമ്മൾ ആപ്പിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നമ്മൾ നമ്മളെ ബേർഡ് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ ആ ഒരു കണ്ട ഓപ്പോസിറ്റ് സൈഡിൽ പോയി അവിടുത്തെ ബേഡ്സ് സ്പോട്ട് ചെയ്യുകയായിരുന്നു. എന്തായാലും ഇവിടുത്തെ ബേഡ്സ് നമ്മൾ എന്തായാലും ആപ്പിലേക്ക് സൈറ്റിങ്സിലേക്ക് ആഡ് ചെയ്യുന്നില്ല. നമുക്ക് അടുത്ത ദിവസം നമുക്ക് ഒരു പർട്ടിക്കുലർ ഏരിയ വന്ന് മാത്രം നമുക്ക് സെപ്പറേറ്റ് നമുക്ക് വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ബേർഡ് വാച്ചിങ് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്നറിയത്തില്ല. നമ്മൾ കുറച്ച് റോ ഫോർമാറ്റിലൊക്കെയാണ് വീഡിയോസൊക്കെ എടുത്തത്. കുറേയൊക്കെ മിസ്റ്റേക്ക് വീഡിയോയിലേക്ക് വേണ്ടത്, നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ ആദ്യമായിട്ടൊക്കെയാണ് ഇതുപോലത്തെ വീഡിയോസൊക്കെ ചെയ്യുന്നത്. നമ്മൾ വീഡിയോ എടുക്കുകയും ബേർഡ് വാച്ചിങ് ഒരുമിച്ചായതുകൊണ്ട് ഇപ്പോഴത്തെ പ്ലാനിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുറേയൊക്കെ മിസ്റ്റേക്സ് നമ്മുടെ വീഡിയോയിലേക്ക് വേണ്ട. അപ്പോൾ മാക്സിമം നിങ്ങൾ ക്ഷമിക്കുക. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ നല്ല വീഡിയോസൊക്കെ ചെയ്യാം. അപ്പോൾ ആ ഒരു ഹാർഷായിട്ടുള്ള ലൈറ്റ് മാറി ഇപ്പം കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് ഇതാവുന്നുണ്ട്, വിസിബിലിറ്റി ആയിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ നോക്കുമ്പോൾ അത് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ടോട്ടലി നമ്മൾ ആ ഒരു ചലഞ്ച് ഏകദേശം 16 ബേഡ്സ് നമ്മൾ സ്പോട്ട് ചെയ്തത്. 16 ബേഡ്സും അതിനുള്ളിൽ തന്നെ കുറേ റിപ്പീറ്റായിട്ടുള്ള ബേഡ്സ് നമ്മൾ സ്പോട്ട് ചെയ്തായിരുന്നു. എന്തായാലും നമ്മളാ ഒരു ഹെറോൺ വേണ്ട സൈറ്റിങ്സ് നമ്മൾ ആപ്പിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ചെക്ക് ലിസ്റ്റ് നമുക്ക് അവിടെ നിന്ന് റിവ്യൂ ചെയ്ത് നമുക്കെന്താ ഇപ്പോൾ കറക്റ്റ് ടൈം നമ്മൾ 67 മിനിറ്റ് നമ്മൾ ബേർഡ് വാച്ചിങ് നമ്മൾ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ബേർഡ് വാച്ചിങ് വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ബേർഡ് വാച്ചിങ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം മറക്കാനായി വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. കാരണം നിങ്ങൾ ചെയ്യുന്ന ഓരോ കമൻറ്റുമാണ് അടുത്ത നല്ല നല്ല വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനം, ശക്തി. ഇനിയും ഇതുപോലത്തെ ബേർഡ് വാച്ചിങ് വീഡിയോസ് വേണമെങ്കിൽ ജസ്റ്റ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. നമ്മളെന്തായാലും വ്യത്യസ്തമായിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ നമ്മൾ ബേഡ്സിനെ നമ്മൾ സ്പോട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ബേഡിൻ്റെ ആ ഒരു സ്ട്രക്ചറും ആ ഒരു ലൈറ്റ് വരുന്ന സമയത്ത് ആ ഒരു പാറ്റേൺ വെച്ചാണ് നമ്മൾ ആ ഒരു ബേഡ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഒരു ബൈനോക്കുലർ നമ്മൾ സൂം ചെയ്തുള്ള ക്യാമറ അങ്ങനെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് ബേഡ്സിനെയൊക്കെ നമുക്ക് സ്പോട്ട് ചെയ്യാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ സൗണ്ടും നമ്മൾ ആ ഒരു മെർലിൻ ആപ്പ് വെച്ച് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് ചെക്ക് ലിസ്റ്റായിട്ട് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ എന്തായാലും കുറച്ച് അടുത്ത പ്രാവശ്യം കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്ത് നല്ല വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ മെർലിൻ ആപ്പിലാണ് നമ്മൾ കുറച്ച് ബേഡ്സിനൊക്കെ പുതിയ ബേഡ്സിനൊക്കെ സ്പോട്ട് ചെയ്തായിരുന്നു. പക്ഷേ ആ ബേഡ്സിനെ സൗണ്ട് വെച്ച് നോക്കിയിട്ടൊന്നും കണ്ടില്ല. ചിലപ്പോൾ 2-3 ബേഡ്സിനെ കൂട്ടുകാരുടെ ശബ്ദം കേൾക്കുമ്പം ഒരു ആപ്ലിക്കേഷൻ്റെ ഡേറ്റാബേസുള്ള
ബേഡ്സിനെയൊക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ ആ ബേഡ്സ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല, അവർ റെയറായിട്ടുള്ള ബേഡാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ബേഡിൻ്റെ സൈറ്റിങ്സ് എന്തായാലും ആപ്പിലേക്ക് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു ഒക്കെ ഇവിടെ നിന്ന് അങ്ങോട്ട് അത് പോയി. മറ്റേ ഇതാ ഗ്രേറ്റ് വൈറ്റ് ഇഗ്രറ്റ് ആയിരുന്നു. പേര് ഈ ബേഡ്സിൻ്റെ പേരൊക്കെ ഭയങ്കര കൺഫ്യൂഷനാണ്. ചിലപ്പോൾ അത് പെട്ടെന്ന് മറന്നു പോയി നമുക്ക് കൺഫ്യൂഷനായി പോകും. അപ്പോൾ അടുത്ത നല്ല വീട്ടിൽ കണ്ടുമുട്ടുന്നതിലേക്ക് ബൈ.